മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 140 അടിക്ക് മുകളിലേക്ക് ഉയർന്നു. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 140 അടി പിന്നിട്ടു. പ്രദേശത്ത് മഴ മാറിയിട്ടും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. മുല്ലപ്പെരിയാറിൽ നിന്നും ജലം ശേഖരിക്കുന്ന തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ വൈഗ ഉൾപ്പെടെയുള്ള അണക്കെട്ടുകൾ നിറഞ്ഞുകിടക്കുന്നതിനാലാണ് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിൽ കുറവ് വരുത്തിയത്. നിലവിലെ കണക്ക് പ്രകാരം സെക്കൻഡിൽ 2050 ഘനയടി ജലം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. നിലവിൽ ഒഴുകിയെത്തുന്ന അത്രയും തന്നെ ജലം പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയും കനാലുകൾ വഴിയും തമിഴ്നാട് കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ട്. സെക്കൻഡിൽ 300 ഘനയടി എന്ന തോതിൽ മാത്രമാണ് തമിഴ്നാട് നിലവിൽ ജലം കൊണ്ടുപോകുന്നത്. അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയായി നിജപ്പെടുത്തണം എന്നായിരുന്നു കേരളം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 142 അടി വരെ ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാടിന് സുപ്രീം കോടതിയുടെ അനുമതിയുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം 141.65 അടി വെള്ളം അണക്കെട്ടിൽ ഉണ്ടായിരുന്നു. 142 അടി ജലനിരപ്പ് ഉയരുകയും തമിഴ്നാടിന് കൂടുതൽ ജലം കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുകയുള്ളൂ. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ മുല്ലപ്പെരിയാറിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിച്ചിട്ടില്ല. കൈരളി ന്യൂസ്, ഇടുക്കി.